إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عمن يشاء يكاد سنا برقه يذهب بالأبصار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പരമാവധി ഉൾക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും സവിനയം ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മഴ എന്ന അനുഗ്രഹവുമായി ബന്ധപ്പെട്ട ആയത്താണ് അവസാനമായി ഞാൻ ഓതിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സ്വന്തം നാട്ടിലും ഇവിടെയുമെല്ലാം അതിശക്തമായ മഴ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സുഖങ്ങളും അസുഖങ്ങളും നമ്മൾ നേർക്കാഴ്ചയായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഴക്കെടുതിയിൽ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്കെല്ലാം അനുദിനം അവധികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെതായ സുരക്ഷയിലേക്ക് അതിന് കാർമ്മികത്വം വഹിക്കുന്ന ഓരോ വിഭാഗങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ അറിയുകയാണ്. മഴയുടെ വിഷയത്തിൽ നമുക്കറിയാം, ആവശ്യക്കാരും അത്യാവശ്യക്കാരും, എന്നാൽ അതിൻ്റെ പ്രയാസങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന ആളുകളുമെല്ലാം നമ്മളുടെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മഴക്ക് പ്രിയപ്പെട്ടവരെ നമ്മളോട് ചിലത് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായി നമുക്ക് എണ്ണാവുന്ന ഒന്നാണ് ഈ മഴ എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമിൻ ആയാതിഹി യുരീകുമുൽ ബർക ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅ ഫയുഹീ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ പറയുന്നുണ്ട്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതു തന്നെയാണ് നിങ്ങൾക്ക് ഭയപ്പാടും പ്രത്യാശയുമായി കൊണ്ട് അവൻ നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും
എന്നിട്ടുള്ള പറഞ്ഞു വയുനസ്സിലു മിനസ്സമാഇ മാഅ, നിങ്ങൾക്ക് ആകാശത്തു നിന്ന് വെള്ളമിറക്കി അതുമൂലം ഭൂമിയെ അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവാവസ്ഥ നൽകുന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നിശ്ചയമായും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രധാനമായും ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ അനുഗ്രഹങ്ങളുടെയും വരവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു അല്ലദീ അർസല റിയാഹ ഫതുശീറു സഹാബൻ ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലിക അൻ-നുശൂർ. അള്ളാഹു അവന്റെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു തന്നെ ആകാശത്ത് നിന്ന് മഴ ഇറക്കുകയും ചെയ്തിരിക്കുന്നു, എന്നിട്ട് ഭൂമിയെ അതിന്റെ നിർജീവാവസ്ഥക്ക് ശേഷം അതിനെ ജീവിപ്പിച്ചിരിക്കുന്നു. എല്ലാം ഉണർന്ന് എല്ലാം അതിൻ്റെതായ കണികകളിൽ നിന്ന് പൊട്ടിമുളച്ച് അതിന്റെ നിർജീവാവസ്ഥയിൽ നിന്നും സജീവമായ അവസ്ഥയിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അത്രേ കാറ്റുകളെ അയച്ചിട്ടുള്ളവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നിട്ട് അവ മേഘം ഇളക്കി വിടുന്നു. അള്ളാഹു അതിനെ നിർജീവമായ നാട്ടിലേക്ക് ആ മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിയേ, നിർജീവാവസ്ഥയുള്ള നാട്ടിലേക്ക് ആകാശത്ത് നിന്നും മേഘത്തെ നീക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ മേഘത്തിൽ നിന്ന് മഴ വരികയും ആ ഭൂമി ജീവസുറ്റതാക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതം മഴ പോലെയാണ് എന്ന്. മഴ പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നമ്മൾ ചിന്തിച്ചെടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭൗതിക ജീവിതമെല്ലാം വളരെ നിസ്സാരമാണ്. വളിരിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. ഇന്ന് നമ്മൾ ഓതിവെച്ച, ഇന്ന് പരിശുദ്ധ ഖുർആൻ ഓതാൻ തൗഫീഖ് ലഭിച്ച ആളുകൾ ഓതിവെച്ച സൂറത്തു കഹ്ഫിലെ 45-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, ഐഹിക ജീവിതത്തിന്റെ ഉപമ അവർക്ക് വിവരിച്ചു കൊടുക്കുക. അതൊരു വെള്ളം പോലെയാണ്. എങ്ങനെ? ആകാശത്ത് നിന്നും നാം അത് മഴയായി ഇറക്കുന്നു. എന്നിട്ട് ഭൂമിയിലെ സസ്യങ്ങൾ അത് ഇടതിങ്ങി വളരുന്നു അത് കാരണത്താൽ. എന്നിട്ട് അത് കാറ്റുകൾ പാറ്റിക്കളയുന്ന രൂപത്തിൽ തുരുമ്പിപ്പോകുന്നു. ആ സസ്യങ്ങൾ മഞ്ഞ നിറമായി, നിറം മാറി, മറ്റൊരായത്തിൽ പറയുന്നുണ്ട് അത് നിറം മാറി, അത് ഉണങ്ങി. എന്നിട്ട് അവസാനം അതൊരു കാറ്റ് നിമിത്തം ആ പാറിപ്പോകുന്ന രൂപത്തിൽ, ഭസ്മമാകുന്ന രൂപത്തിൽ തുരുമ്പിപ്പോകുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഏത് നിമിഷവും ഒരു കാറ്റടിച്ചാൽ നുരുമ്പിപ്പോകാവുന്ന അത്ര ആയുസ് മാത്രമേ പ്രിയപ്പെട്ടവേ നമുക്കുള്ളൂ. ഇന്നലെയും മെനഞ്ഞാന്നുമായി നമ്മുടെ നാടുകളിലെല്ലാം അടിച്ചിരിക്കുന്ന കാറ്റ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ചതാണ്. അൽഹംദുലില്ലാഹ്. നിരവധി അപകടങ്ങളിൽ നിന്ന് തലനാരിഴകീറി ചെറിയ പിഞ്ചോമനകൾ രക്ഷപ്പെട്ട വീഡിയോകളെല്ലാം നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. രക്ഷപ്പെടുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അത് ഷെയർ ചെയ്യുന്നതിന്റെ അപ്പുറത്ത് അവിടെ ഒരു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ, ആ അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ടായിരുന്ന ആ പെൺകുട്ടി നമ്മളുടെ പിഞ്ചോമനയായിരുന്നെങ്കിൽ, ആലോചിച്ച് നോക്കിയേ, എന്താ ഇന്നത്തെ രംഗം? നമ്മൾ ഇവിടെ ഉണ്ടാകുമോ? ഈ സന്തോഷം നമുക്കുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? അത്രത്തോളം ഇല്ലാത്ത വരാത്ത അപകടങ്ങൾ വന്നിരുന്നെങ്കിലെന്ന് ആലോചിക്കുന്ന സമയത്താണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹവും സേഫ്റ്റിയും എത്ര വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാനും അള്ളാന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാനും നമുക്ക് സാധിക്കുക. ഈ ദുനിയാവിലെ മുഴുവൻ സംവിധാനങ്ങളും നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മുതലും മക്കളും ഈ ദുനിയാവിലെ അലങ്കാരം മാത്രമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. എന്നാൽ എന്നും നിലനിൽക്കുന്നതും നമുക്ക് പ്രതീക്ഷ നൽകുന്നതും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു കഹ്ഫിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു മറ്റൊരിടത്ത് ഇക്കാര്യം അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അയഅലമു അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹബുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അറിയുക, ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവും പെരുപ്പം നടിക്കലും നിങ്ങൾ തമ്മിൽ ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം നടിക്കലും മാത്രമാകുന്നു. ഇതാണ് ദുനിയാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ,
നമ്മളുടെ എല്ലാവരുടെയും കഥയാ പറയുന്നത്. സമ്പത്തുള്ളവൻ സമ്പത്തുള്ള സന്തോഷത്തിൽ, അതിന്റെ പെരുമയിൽ, മക്കൾ കൂടുതലുള്ളവർ മക്കൾ അല്ലാഹു എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട് എന്നതിന്റെ പെരുപ്പത്തിൽ, അല്ലെ, ആ പെരുമയിൽ, ആ അഭിമാനത്തിൽ, അങ്ങനെ ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോന്നിലും പെരുമ നടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് നമ്മളെല്ലാവരും. അതിന്റെ തിരക്കിലാണ്. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നാൽ അതൊരു മഴ പോലെയാണ്. അതിൽ മുളച്ച ചെടി കർഷകനെ ആശ്ചര്യപ്പെടുത്തി. നമ്മൾ കർഷകരാണ്. അതിൽ മുളച്ച ചെടി കർഷകനെ ആശ്ചര്യപ്പെടുത്തി. പിന്നീട് അത് വാടിപ്പോകുന്നു. എന്നിട്ടതിനെ അതിൽ മഞ്ഞ നിറം നീ പുതുതായി കാണുന്നു. പിന്നെ ഉണങ്ങി അത് തുരുമ്പായി പോകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും പരലോകവുമാകുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. ഇഹലോകം എന്നത് വഞ്ചനയുടെയും കൃത്രിമത്വത്തിന്റെയും വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹദീദിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദുനിയാവ് എന്നത് വഞ്ചനയാണ് എന്നാ പറയുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കൂ, ഉള്ളവൻ ഉള്ളതിന്റെ ലെവലിൽ, ഇല്ലാത്തവനും ഉള്ളവന്റെ ലെവലിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാം ഒരു കൃത്രിമത്വത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഉള്ളവർ പലരും ഇല്ലാത്തവരായി ജീവിക്കുന്നു അവരുടെ ഇടപാടുകളിലും നടപടികളിലും. ഇല്ലാത്തവർ പലരും ഉള്ളവരെ പോലെ പലിശ വാങ്ങിയും അല്ലെങ്കിൽ മോശമായ രൂപത്തിൽ വരുമാനങ്ങൾ ഒപ്പിച്ചും അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ചും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കൃത്രിമത്വം നമ്മളിലുണ്ട്. ഇതാണ് ദുനിയാവ്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ മഴയുടെ വരവും സസ്യത്തിന്റെ വളർച്ചയും അതിന്റെ മഞ്ഞ നിറവുമെല്ലാം പറഞ്ഞില്ലേ, ആ മഞ്ഞ നിറമായി നശിക്കുന്നത് പോലെ നാം ഒട്ടിപ്പിടിച്ചതും നാം തട്ടിയെടുത്തതും നാം ഒരുക്കി വെച്ചിരിക്കുന്നതുമായ ദുനിയാവിലേതെല്ലാം ഉണങ്ങി ഒന്നുമല്ലാത്തതായി മാറുന്നൊരു കാലം വരാനുണ്ട്. ഏത് നിമിഷവും നശിക്കാവുന്ന വിഭവമാണ് ഇഹലോകത്തിനു വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഇഹലോകത്തെ വളരെ കുറഞ്ഞ ആയുസ്സിനിടയിൽ പരലോകത്തേക്ക് ഒരുക്കി വെച്ചവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അവരാണ് യഥാർത്ഥ കച്ചവടക്കാർ, അവരാണ് യഥാർത്ഥ ലാഭം കൊണ്ടവർ. ദുനിയാവിൽ എന്ത് തന്നെ ഒരുക്കി വെച്ചാലും കുഴപ്പമില്ല, അതിനനുസരിച്ച് അവർ പരലോകത്തേക്ക് ഒരുക്കി വെച്ചവരാണെങ്കിൽ. എന്നാൽ ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പരലോകം മറന്നവരാണ് പലരും. പ്രിയപ്പെട്ടവരെ, ഈ മഴ എന്നതൊരു അത്ഭുതമാണ്. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നീരാവിയായിട്ട് വെള്ളം മേലോട്ട് പോവാൻ, കടലിലെ അത്യുഗ്ര ഈ ലവണങ്ങൾ ഉൾപ്പെടുന്ന ഉപ്പുരസമുള്ള ആ ജലഗണികകൾ മുകളിലോട്ട് നീരാവിയായി പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, ആവശ്യക്കാർക്കെല്ലാം വളരെ ശുദ്ധജലമായി അതിനെ നൽകുന്ന വല്ലാത്തൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. മഴ പെയ്യുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രീയവും സുന്ദരവുമായ ഒരു ഖുർആനിക സൂക്തമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 43-ാമത്തെ വചനത്തിൽ അല്ലാഹു അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله. അല്ലാഹു പറയുകയാണ്, നീ കാണുന്നില്ലേ, അല്ലാഹു കാർമേഘത്തെ പതുക്കെ തെളിച്ചു കൊണ്ടുവരുന്നു, പിന്നീട് അതിനിടയിൽ ഇണക്കി ചേർക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عمن يشاء يكاد سنا برقه يذهب بالابصار. അല്ലാഹു പറയുകയാണ്, എന്നിട്ട് പടച്ച തമ്പുരാൻ ആ മേഘത്തെ പിന്നീട് അട്ടിയാക്കുന്നു, ഇങ്ങനെ അട്ടിയാക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിലൂടെ മഴ പുറത്തു വരുന്നു. ആകാശത്ത് നിന്ന് ഹിമക്കട്ടയായി അതിൽ സ്ഥിതി ചെയ്യുന്ന മലകളെ അവൻ ഇറക്കി വിടുന്നതായിട്ട് മഴയായിട്ട്. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ് ഫയുസീബു ബിഹി മൻ യശാ. അത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. വയസ്രിഫുഹു അമ്മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചുവിടുന്നു. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾക്ക് അല്ലാഹു മഴ കിട്ടണമെന്ന് തീരുമാനിക്കുമ്പോൾ ആ മേഘത്തെ കൊണ്ടുവന്ന് അതിനെ അട്ടിയാക്കി അതിന്റെ കീറുകളിലൂടെ മഴ ആ നാട്ടിലേക്ക് നൽകുന്നു. എന്നാൽ അല്ലാഹു ചിലയിടത്ത് നൽകരുത് എന്ന് വിചാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചകളിൽ വിദേശത്ത് നിന്ന് വന്ന വിമാനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും വന്നത് എന്തിനാണെന്നറിയുമോ? അവിടുത്തെ അത്യുഷ്ണമായ ചൂട്, സുബ്ഹാനല്ലാഹ്, അവിടുത്തെ അത്യുഷ്ണമായ ചൂട് സഹിക്കാനാവാതെ നാട്ടിലെ വീഡിയോകളിൽ നിന്ന് കാണുന്ന ഈ മഴയെ ഒന്ന് കാണാൻ എത്ര ആളുകൾ വന്നിട്ടുണ്ട്.
ഒരു നാട്ടിന്റെ, ഒരു രാജ്യത്തെ, ഒരു ലോകത്തെ ഒരു ഭാഗത്ത് അത്യുഷ്ണത അള്ളാഹു നൽകുമ്പോൾ മറ്റൊരു നാട്ടിൽ മഴയുടെ കെടുതികൾ കൊണ്ട് അവിടത്തോളം എത്തുന്ന രൂപത്തിൽ മഴവെള്ള പാച്ചിലുകൾ, മലവെള്ള പാച്ചിലുകൾ നൽകിക്കൊണ്ടൊരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാക്കി മാറ്റുന്നു. വല്ലാത്തൊരു പ്രതിഭാസം. ഇത് പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. മഴ നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖാണെന്ന് പറഞ്ഞു പോയവരുണ്ട്. മഴയ്ക്ക് വേണ്ടി ആരോടാണ് തേടേണ്ടത് എന്ന് ചോദിച്ചാൽ മമ്പുറത്തെ തങ്ങളോട് തേടിയാൽ മതി എന്ന് പറഞ്ഞു പോയവരുണ്ട്. മഴയ്ക്ക് വേണ്ടിയും വരൾച്ചയ്ക്ക് വേണ്ടിയും സിഎം മടവൂരിന്റെ അടുക്കലേക്ക് പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം നമ്മൾ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു ഈ അനുഗ്രഹങ്ങളെല്ലാം എണ്ണിയിട്ട് അവന്റെ അടിയാറുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ ബസ്ൻ. അത് നാമാണോ ഇറക്കിയത്? അതല്ല നിങ്ങളാണോ? സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം നമ്മളെല്ലാവരും. പല നാടുകളിലും പല വീടുകളിലും വെള്ളം മോശമായി കൊണ്ടിരിക്കുകയാണ്. അവർ കുടിക്കുന്ന വെള്ളം വായിലേക്ക് വെക്കാൻ കഴിയാതെ ബോട്ടിലുകൾ വാങ്ങി കുടിക്കുന്ന കുടുംബക്കാർ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് അള്ളാഹു ചോദിച്ചത്. ഈ പരിശുദ്ധമായ വെള്ളം, പ്രിയപ്പെട്ടവരെ, നൂറുകണക്കിന് രൂപക്ക് വാങ്ങുന്ന ജ്യൂസുകളെക്കാളും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഹിതത്തോടെ കുടിക്കുന്ന ഈ ശുദ്ധജലമായ വെള്ളം ഇതെങ്ങാനും ഒന്ന് അള്ളാഹു ഇളക്കിക്കളഞ്ഞാൽ, ഒന്ന് കളർ മാറ്റിക്കളഞ്ഞാൽ എന്താണ് നമ്മൾ കുടിക്കുക? ഇതാണ് അള്ളാഹു ചോദിച്ചത്. അൻതും അൻസൽതുമൂഹു മിനൽ ബസ്ൻ. ആരാണ് ആ വെള്ളത്തെ ഇറക്കിയത്? നാമാണോ നിങ്ങളാണോ? അള്ളാന്റെ ചോദ്യമാണ്. ഇവിടെയാണ് ആ അനുഗ്രഹത്തെ സുബ്ഹാനല്ലാഹ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, മഴവെള്ളം പരിശുദ്ധമാണെന്ന്. ഏതൊരു രോഗത്തിനും പ്രതിവിധിയായി ആകാശത്ത് നിന്ന് നേർക്ക് വരുന്ന, ടാങ്കിൽ സൂക്ഷിച്ചതല്ല, കിണറിൽ സൂക്ഷിച്ചതല്ല, നേർക്കാകാശത്തിൽ നിന്ന് വരുന്ന വെള്ളത്തെക്കാളും ശുദ്ധമായ ഒരു ജലം വേറെയില്ല പ്രിയപ്പെട്ടവരെ. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ, തന്റെ മഴയെന്ന കാരുണ്യത്തിന്റെ മുന്നിൽ സന്തോഷ വാർത്ത എന്ന നിലയ്ക്ക് കാറ്റുകൾ അയച്ചിട്ടുള്ളവനും അവനാണ്. ആകാശത്ത് നിന്ന് നാം വളരെ ശുദ്ധമായ ജലം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഈ മഴയെ അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വീഡിയോകളിൽ എന്തെല്ലാം ദുരന്തങ്ങളും നെഗറ്റീവുകളും ഒക്കെ നമ്മൾ കാണുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക, ഈ മഴ എങ്ങാനും ഇല്ലാതിരുന്നെങ്കിൽ ആലോചിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായ ഒരു നാട്ടിൽ, ആദ്യമായ ഒരു പ്രത്യേക സീസണിൽ വരുന്ന മഴ അല്ലാഹുവിന്റെ റസൂൽ മുറ്റത്തിറങ്ങിയിട്ട് കൊണ്ടിട്ടുണ്ടെന്നാണ്, മക്കളോടൊപ്പം മഴയിൽ കുളിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ മഴമേഘങ്ങളെ കാണുമ്പോൾ ഭയന്നിട്ടുണ്ടെന്നാണ്. കാരണം വെള്ളം എന്നത് അള്ളാഹുവിന്റെ സൈന്യമാണ്. ഇതേത് നിലക്കാണ് നമുക്ക് വരിക എന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, കേരളത്തിലും പരിസര പ്രദേശമുള്ള സംസ്ഥാനങ്ങളിൽ നിരവധി അണക്കെട്ടുകൾ പ്രസവ പൂർത്തീകരണത്തിനായി ഗർഭിണികളായി തികഞ്ഞു നിൽക്കുന്നവരെ പോലെ ഏത് നിമിഷവും പൊട്ടാവുന്ന തരത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ദുആയല്ലാതെ, റഹ്മാനായ റബ്ബിന്റെ പിടുത്തമല്ലാതെ അതിനെ നിയന്ത്രിക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്നതും ഇതിനകം നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഴ പെയ്യുമ്പോൾ നിങ്ങൾ ചൊല്ലുക ആത്മാർത്ഥമായിട്ട്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ. അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങൾക്ക് ഗുണകരമാക്കണേ, നാഫിയാക്കി തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും. ഇനിയോ പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിൽ വരുമാനമുള്ളവരുണ്ട്, സമ്പത്തും സമ്പാദ്യങ്ങളും ഒരുപാടുള്ളവരുണ്ട്. ബോധ്യത്തോടെ കൂടിയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ അതിനേക്കാൾ അധികമുണ്ട്. എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. ഇനി എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. എന്റെ ഖുതുബയുടെ മനോഹാരിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അല്ലാഹുവാണ് സത്യം. നിങ്ങളാരും വിചാരിക്കരുത്. നമ്മുടെ നാടകങ്ങളിൽ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഒരു ദിവസത്തെ കരണ്ട് പോലും ഇല്ലാകുമ്പോഴേക്കും വീടകങ്ങളിൽ പിടിപ്പിച്ചിരിക്കുന്ന ഓക്സിജനിൽ ജീവിക്കുന്ന ബാപ്പമാർക്ക്, ഓക്സിജനിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇൻഹൈലിയർ ഉപയോഗിക്കുന്ന രോഗികളായ വയസ്സന്മാര് ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് എന്ത് ചെയ്യും നമ്മൾ? അവർക്കെല്ലാം ഇതൊരു ദുരിതമാണ്. അതുകൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്. മണിയറകളിൽ വെള്ളങ്ങൾ ഉറ്റിയിട്ട് അതിന്റെ ചോരത്ത് കിടന്നുറങ്ങുന്നവരുണ്ട്. റൂമുകളും അടുക്കളകളും വെള്ളത്തിൽ മുങ്ങിപ്പോയവരുണ്ട്. പല ആളുകൾക്കും പലരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 20ന്റെ അടുക്കൽ ആളുകൾ മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടകങ്ങളിൽ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഹായിക്കണം. സഹായിച്ചാലുള്ള പ്രതിഫലം
ചെറുതല്ല എന്ന് മനസ്സിലാക്കുക. പള്ളികളിലും ബക്കറ്റുകളിലും പെട്ടികളിലും അല്ലേ എന്ന് വിചാരിച്ചു കൊടുക്കുന്ന തുക നമ്മളെ ചെറുതായിട്ടല്ല സഹായിക്കുക. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സമ്പത്തിന്റെ ഉടമ ആരാന്നറിയോ? 1500 ഒട്ടകങ്ങളുടെ ഉടമയാണ്. ഒരൊട്ടകമുള്ള ആള് തന്നെ അത്യാവശ്യം ധനാഢ്യനാണ്. ഇയാള് 1500 ഒട്ടകങ്ങൾ. ആ ആളുടെ അടുക്കലേക്ക് സക്കാത്ത് പിരിക്കാൻ വേണ്ടിട്ട് പോവാണ് ഒരാൾ. 1500 ഒട്ടകങ്ങൾക്ക് 30 ഒട്ടകമുണ്ടാകും. പെണ്ണൊട്ടകത്തെ കൊടുക്കണമെന്ന സക്കാത്തിൽ. കാരണം എങ്കിലേ അത് എന്താകുള്ളൂ, വികസിക്കുകയുള്ളൂ, പെരുപ്പം ഉണ്ടാകുകയുള്ളൂ. എന്നിട്ട് 30 ഒട്ടകങ്ങളുടെ കൂടെ ഒരാണൊട്ടകത്തെ അതിന്റെ പുറം കയറാൻ വേണ്ടി നൽകണം. നിങ്ങൾക്കറിയുമോ, ഈ മനുഷ്യൻ, ഇത് നൽകാൻ തയ്യാറായിരിക്കുന്ന മനുഷ്യൻ, ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഒട്ടകത്തിന്റെ സക്കാത്ത് നമുക്കറിയാം. 5 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ ഒരാടാണ്, 10 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ 2 ആട്, 15 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ 3 ആട്, 20 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ 4 ആട്, 25 ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ബിന്തു ലയാൻ, അതായത് 1 വയസ്സുള്ള ഒരു ഒട്ടകത്തെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒട്ടകത്തിന്റെ 4 ഘട്ടങ്ങളുണ്ട്. ബിന്തു ലയാൻ, ബിന്തു ലബൂൻ, ഹൊക്ക, അങ്ങനെ ഓരോ പ്രായങ്ങളാണ്. 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് വരെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത്, ഈ വ്യക്തി 30 എണ്ണത്തെ കൊടുക്കാൻ മാത്രം കഴിവുള്ളവനാണ്, റെഡിയാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച മനുഷ്യനാണ്. അതിനുശേഷം 30 വർഷം ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷം നടന്ന സംഭവമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ സക്കാത്ത് പിരിക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒരു ബിന്ത് ലയാലിന്, അതായത് ഒരു ചെറിയ ഒട്ടകത്തെ കൊടുക്കാനേ ഉള്ളൂ കണക്ക് പ്രകാരം. ഇതില് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മർദിദന്റെ പ്രാർത്ഥന അള്ളാഹു മറയില്ലാതെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഘട്ടം വരെ ഇതാണ്. അതായത് സക്കാത്ത് സ്വീകരിക്കാൻ പോകുന്ന ആള്, കൊടുക്കാൻ പോകുന്ന ആളുടെ സമ്പത്ത് അറിയും. സമ്പത്ത് മുന്നിൽ വെച്ച് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ഇത്രയാണ് തരേണ്ടത് എന്ന് സക്കാത്ത് പിരിക്കുന്ന ആള് പറയും. അയാൾ അറിയും ഇയാളുടെ സമ്പത്ത്. ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ അയാളുടെ പ്രാർത്ഥന മതി നീ കൊടുങ്ങാൻ. അതേപോലെ തിരിച്ചും സക്കാത്ത് കൊടുത്ത് നമ്മൾ ഒരാൾക്ക്, ആ മനുഷ്യനെ നമ്മൾ ഉപദ്രവിച്ചാൽ കൊടുത്തതിന്റെ പേരിൽ, ആ മർദ്ദിതൻ അതിന്റെ പേരിൽ, ചില ആളുകളുണ്ടല്ലോ, അയാളോട് അന്നാ പണം വാങ്ങിപ്പോയത് വെറുതെ ആയിപ്പോയി, വല്ലാത്തൊരു പരീക്ഷണാണ്, എല്ലാത്തിനും ഇന്നെ വിളിച്ച് ഇന്നെ ഇടങ്ങേറാക്കുകയാണ് ഇപ്പോ എന്ന രൂപത്തിൽ ചിന്തിച്ചാൽ നമ്മൾ കൊടുങ്ങും. അവിടെയാണ് മർദ്ദിതന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, അല്ലാതെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാനിത് പറഞ്ഞത് അങ്ങനെ ഈ ബിന്തു ലയാലിന്, അതായത് അയാൾക്ക് 25 ഒട്ടകമുള്ള സമയം, ആ ബിന്ത് ലയാലിനെ കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് കണക്ക് വെച്ചപ്പോ അയാൾ പറഞ്ഞു അത്രേ, ഈ ചെറിയ 1 വയസ്സായ ഒട്ടകം പാല് ഉൽപ്പാദിപ്പിക്കാനായിട്ടില്ല, യാത്രക്ക് പറ്റുകയുമില്ല, ഞാനൊരു വലുതിനെ തരാമെന്ന് അയാൾ പറഞ്ഞത്രേ. അങ്ങനെ പിരിക്കാൻ വന്ന ആൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പഠിപ്പിച്ച കണക്ക് പ്രകാരം 1 വയസ്സ് ആയ ഒട്ടകം മതി, ബിന്തു ലയാൻ മതി. അതിലധികം നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിക്കണം എന്നാണ്. കാരണം അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ പോവാണ്. പ്രവാചകൻ പറഞ്ഞു, കണക്ക് പ്രകാരം അത് മതി, എന്നാൽ താങ്കൾ അതിനേക്കാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അത് കൊടുക്കാം എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് കൊടുത്തു, മറുപടി കൊടുത്തു. കാരണം അദ്ദേഹം വലുത് കൊടുത്തു. ആ വലുത് കൊടുത്തത് കൊണ്ടാണ് ചരിത്രം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ 1500 ഒട്ടകങ്ങളുടെ ഉടമയായിട്ട് അദ്ദേഹം മാറുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ക്യാഷ് ചെലവഴിക്കുമ്പോൾ, ആളുകളെ സഹായിക്കുമ്പോൾ, ഈ മഴക്കെടുതിയിലൊക്കെ പലരും വിചാരിക്കുന്നത് നമുക്ക് തന്നെ ആവശ്യം വരും, ചിലപ്പോ നമ്മളെ വീടിന് തന്നെ പണി വരും, നമ്മളെ ഗേറ്റ് ഇപ്പൊ നന്നാക്കേണ്ടി വരും, നമ്മളുടെ പോർച്ച് ചിലപ്പം വീഴും, നമ്മളുടെ ഷീറ്റ് ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു വെക്കുന്ന ആളുകൾ, ഈ മനുഷ്യൻ ചിന്തിച്ചതുപോലെ ഒരൽപ്പം വലുത് കൊടുത്താൽ അവർക്ക് ഉപകരിക്കും എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ ചെറിയ സരസമായ ഒരു ചരിത്രത്തിൽ നിന്നൊരു വലിയ മെസ്സേജ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നൽകുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കാർക്കും ഒരു തടസ്സവും ഉണ്ടാകുകയില്ല എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. സ്വതക്ക നൽകുക, ഉദാരത നൽകുക, അത് ചെറുതാവില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കതാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും. അല്ലാഹു നൽകിയതിൽ നിന്ന് പിശുക്കി വെക്കുന്നവർ തങ്ങൾ പിശുക്കി വെച്ചത് തനിക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കണ്ട.
ബൽ ഹുവ ശർറുൻ ലഹും, അത് നിനക്ക് വിനയായിരിക്കും. നമ്മൾ പലപ്പോഴും പല ഡീലിങ്ങുകളിലും മധ്യവർത്തിയായിട്ടൊക്കെ ഇരിക്കാനുള്ള സാഹചര്യം ലഭിച്ചത് കൊണ്ട് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. വാടകയൊക്കെ നിശ്ചയിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നവർ, അത് മേൽവാടകയൊക്കെ നൽകിയിട്ട് അത് സൂക്ഷിക്കാൻ കഴിയാത്തവർ, അതിലൊന്നും ഉത്തരവാദിത്തം കാണിക്കാത്ത ആളുകൾ ഈ മുതലാളിയെ വിഡ്ഢിയാക്കുമ്പോ പ്രിയപ്പെട്ടവരെ പിന്നിൽ നിന്ന് മറ്റു രോഗമായിരിക്കും അയാൾക്ക് വരിക, പിന്നിൽ നിന്ന് തന്റെ വണ്ടിക്ക് എന്തെങ്കിലും കേടായിരിക്കും വരിക. ഏതെങ്കിലും നിലക്ക് അവനത് എന്തായിരിക്കും? ബൽ ഹുവ ശർറുൻ ലഹും, അവനത് ശർറ് തന്നെയായിരിക്കും. അവൻ ഇതിനേക്കാളും വലുതപ്പുറത്ത് പോകും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും? മഹാനായ ഇമാം നാസറുദ്ദീൻ അൽ അൽബാനിയുടെ കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അവിടെ ഒരു പുരോഹിതൻ, ഒരുപാട് കാലം ധ്യാനം ചെയ്ത് ജീവിച്ചൊരു പുരോഹിതൻ, 40 വർഷത്തോളം 60 വർഷത്തോളം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജീവിച്ച ആളാണ്. പക്ഷെ എന്താണ്? നല്ല മനുഷ്യനാണ്. അന്നത്തെ സന്യാസത്തിൽ ചീത്ത ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്. അങ്ങനെ ഇബാദത്ത് എന്ന് പറയാം. ഇബാദത്ത് ചെയ്ത് ധ്യാനിച്ച് കുറെ കാലങ്ങൾ നീക്കിയിരിക്കുന്ന ഒരു പുരോഹിതൻ നന്മയുള്ള ആളാണ്, പുണ്യമുള്ള ആളാണ്. എല്ലാവരും ഇനി കേൾക്കേണ്ട അതിമഹത്തായ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ ഇമാം നാസറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹം പറയുകയാണ്, ആ ധ്യാനം ഇങ്ങനെ തുടരുകയാണ് അയാൾ. ആ തുടരുന്ന സമയത്ത് ധ്യാനം നടക്കുന്ന മഠം, ആ സ്ഥലത്ത് അതിന്റെ സമീപത്ത് ഒരു സ്ത്രീ വന്ന് താമസമാക്കി. എല്ലാവരും കേൾക്കണം, സ്ത്രീകള് പ്രിയപ്പെട്ടവരെല്ലാരും ആ താമസം സ്ഥിരമാക്കി. അങ്ങനെ ആ സ്ത്രീ ഈ മനുഷ്യനെ ലക്ഷ്യം വെച്ചു. ഈ ധ്യാനിയായ 10-40 കൊല്ലം ഇബാദത്തുമായിട്ടിരുന്ന, പ്രാർത്ഥനയുമായിട്ടിരുന്ന ഈ നല്ല പുരോഹിതനെ, നല്ല മനുഷ്യനെ ആ പെണ്ണ് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണെന്ന് പറയുക, അതിൽ അയാൾ വീണു പോവുകയും 6 ദിവസത്തോളം ആ പെണ്ണുമായിട്ട് അവിഹിതമായ ബന്ധത്തിൽ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ അയാൾക്ക് വരികയാണ്. ധ്യാനമടം വിട്ട് അവളുടെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ വന്നു. 6 തവണകൾ അങ്ങനെ നടന്ന ശേഷം അയാൾക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. ഞാൻ വഴിവെച്ചു പോയി, എനിക്ക് പറ്റിയത് വലിയ അമളിയാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അതിന്റെ പേരിൽ വല്ലാത്ത ബേജാറിലായി. അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ പോയതിൽ അദ്ദേഹം ബേജാറാവുകയും അദ്ദേഹം ഭയങ്കര കുറ്റബോധത്തിലായി. ഇത്രയും കാലം ദൈവവുമായി ഇങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് 10-40 കൊല്ലം ധ്യാനിയായി ജീവിച്ച ഞാൻ ആ പെണ്ണിനോടൊപ്പം ചേർന്ന് ഈ പറഞ്ഞ 6 തവണകൾ അങ്ങനെ മോശമായ തിന്മയിൽ ഞാൻ ഏർപ്പെട്ടു പോയല്ലോ എന്ന ബേജാറിലായി അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ആ വീട് വിട്ടോടുകയും മറ്റൊരു ധ്യാന സ്ഥലത്ത് അദ്ദേഹം കേന്ദ്രീകരിക്കുകയും ചെയ്തു. മറ്റൊരു മഠത്തിൽ അദ്ദേഹം പോയിട്ട് ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ പാപമോചനത്തിൽ ഏർപ്പെട്ടു. ഭക്ഷണം പോലും കഴിക്കാതെ 3 ദിവസം അദ്ദേഹം തുടർച്ചയായി അത് തുടർന്ന് 3-ാമത്തെ ദിവസം തീരാൻ നേരത്ത് ഒരു മനുഷ്യൻ ഒരു റൊട്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ പുരോഹിതന്. അപ്പോൾ അവിടെ ധ്യാനിക്കുന്ന പലരുമുണ്ട്. ഈ ധ്യാനിയായ മനുഷ്യൻ ആ റൊട്ടി നേർപകുതിയാക്കി തന്റെ ഇടത്തുഭാഗത്ത് ധ്യാനിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരു മിസ്കീനിനും മറ്റേ കഷ്ടം മറ്റേ മിസ്കീനിനും കൊടുത്തു. ഒരു പീസ് പോലും അദ്ദേഹം തിന്നാതെ അദ്ദേഹം കൊടുത്തു എന്നാണ്. അങ്ങനെ അത് 2 കഷ്ടമാക്കി 2 കൂട്ടർക്കും അദ്ദേഹം വീതം വെച്ചു. അങ്ങനെ ഈ ധ്യാനി പിന്നീട് മരണപ്പെടുകയാണ്. അത്രയും, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് അത്രയും അനുകമ്പയും ഉദാരതയും കൊണ്ട് എന്റെ ഈ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗമായിരുന്നു അത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ആ വരികളിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ധ്യാനം ചെയ്ത കാലം എന്ന് പറയാൻ മാത്രമുള്ള വർഷമുണ്ട്. അദ്ദേഹം ധ്യാനം ചെയ്ത അത്രയും കാലവും ഈ ചെയ്ത 6 തിന്മകളും തമ്മിൽ എന്തു ചെയ്തു? തമ്മിൽ ഇങ്ങനെ അളന്നു നോക്കുമ്പോൾ തിന്മയാണ് വലുത് എന്ന് കണ്ടെത്തി. നഊദുബില്ല. ഈ 40ഓളം വർഷം ധ്യാനം ചെയ്ത ധ്യാനി, ആ ധ്യാനം ചെയ്ത ധ്യാനത്തിന്റെ നന്മയും ഈ ചെയ്തു പോയിരിക്കുന്ന മഹാപാപവും തമ്മിൽ അളന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് പാപം കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ പക്ഷേ 6 ദിവസത്തെ തിന്മയും ഈ സ്വതക്കയും ഒരുമിച്ച് നോക്കിയപ്പോൾ അയാളുടെ തെറ്റിന് മികവുണ്ട് എന്ന് കണ്ടെത്തുകയും, എന്നാൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ സ്വതക്ക, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഈ കൊടുത്തിരിക്കുന്ന സ്വതക്കയും ഈ പാപവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ സ്വതക്ക അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കേ.
മനസ്സിലായില്ലേ? അവരവരുടെ വിശപ്പിനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം പകുത്തു നൽകിയതിന്റെ ഉദാരതയുടെ ആഴം അദ്ദേഹത്തെ ഈ മാരകമായ തിന്മയുടെ കനം മായ്പിക്കുന്ന തരത്തിൽ, ഇല്ലാതാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ അതാണ്. അള്ളാഹനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. ഉദാരതയുടെ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റിയ അവസരം ഇത്. അവരെ വെള്ളം കുടിപ്പിക്കാനോ അവരെ വെള്ളത്തിൽ ഒലിപ്പിച്ച് കളയാനോ ചില ആളുകളെ കൊന്നുകളയാനോ വേണ്ടി മാത്രമാണ് എന്ന് സത്യവിശ്വാസികളെ നമ്മൾ വിചാരിക്കരുത്. സേഫായി നിൽക്കുന്ന നമ്മൾക്ക് നമ്മൾ എന്തെടുക്കുന്നു എന്ന് പരിശോധിക്കാനായിരിക്കാം ഈ കെടുതികളും പ്രതിസന്ധികളും നമുക്ക് ചുറ്റും അല്ലാഹു നൽകിയിരിക്കുന്നത് എന്നും കൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് ഒരു ചെറിയ സഹായമേ, ഒരു കുട വാങ്ങിക്കൊടുത്താൽ വരെ, അല്ലെങ്കിൽ അവർക്ക് വെള്ളമില്ലെങ്കിൽ വെള്ളം എത്തിച്ചാൽ, അവരുടെ വീടകങ്ങളുടെ ലീക്കടച്ചു കൊടുത്താൽ. ഇന്നലെയും ഇന്നുമൊക്കെ റൂമുകളിൽ നിന്ന് ചോരുന്ന റൂമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നമ്മളെല്ലാം കയറി ചെന്ന് നോക്കും, ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തു പറയും? എന്തുണ്ട് കയ്യിൽ? ഒന്നുമില്ല. ആശ്വാസവചനങ്ങൾ നൽകി നമ്മൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ വിചാരിക്കും അതിനൊക്കെ സംവിധാനമുണ്ട്, നമ്മളെ പ്രസ്ഥാനം, നമ്മളെ സംഘടന, നമ്മളുടെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ എല്ലാവരും മനസ്സിലാക്കുക, പ്രസ്ഥാനവും സംഘടനയൊക്കെ അത് ചെയ്യുമ്പോൾ എനിക്ക് കൂലി കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പും കൂടി നമുക്ക് വേണം. അത് മനസ്സിലാക്കണം. ഒരു ചെയ്താൽ നമ്മൾ അങ്ങോട്ട് കയറി പോകില്ല. നമ്മുടെ സ്വത്തിൽ നിന്ന് അത് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മളുടെ സ്വത്തിൽ നിന്ന് നമ്മൾ ഏൽപ്പിച്ച ആളുകൾ അതിന്റെ കൃത്യതയിലും സൂക്ഷ്മതയിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അതിനെ വകതിരിച്ച് വിട്ടിട്ടുണ്ടെന്ന ഉറപ്പും വേണം. അതും കൊടുക്കുന്ന ആൾക്ക് വേണ്ടതാണ്. അത് കൊടുക്കുന്ന ആൾക്ക് അതിൽ ആശങ്കയുണ്ടെങ്കിൽ അവർ നേരിട്ടിടപെടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകണം. അത്രത്തോളം സഹായിക്കപ്പെടാൻ ദുർബലരായി നമ്മുടെ മുന്നിൽ ഒരു വിഭാഗം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നമ്മുടെ സഹായം എത്തിയിട്ടില്ല എങ്കിൽ നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഉണക്കിക്കളയുമല്ല, ഒരു സംശയവും വേണ്ട. മാരകമായ ചില രോഗങ്ങൾ മതി പ്രിയപ്പെട്ടവരെ നമ്മളുടെ വരുമാനങ്ങൾ നിലച്ചു പോകാൻ. എന്തിന്? നമ്മൾ അവിടെ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വരുമാനം നിൽക്കും പകുതി. ഇനി നമ്മൾ എൻഗേജ് ആവുകയാണ് ഹോസ്പിറ്റലിൽ മറ്റൊരാൾക്ക് വേണ്ടി, മകന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി. എന്തിനു പറ്റും നമ്മളുടെ വരുമാനം? ലീവുകളായി വലിയ മാസങ്ങളായി അവിടെ നിന്ന് റിസൈൻ ചെയ്തു വരുന്ന ഒരാൾക്ക് പിന്നെ എവിടെ വരുമാനം? അങ്ങനെ ഓരോന്നും വിറ്റ് തുലച്ചില്ലാതാകുന്ന അവസ്ഥയിലേക്ക്. ഇതൊരു ചരിത്രമോ ആശങ്കയോ അല്ല, ഇത് അടിസ്ഥാനമായി ഉണ്ടായതാണ് ഈ സംഭവങ്ങളെല്ലാം. ഇല്ലായ്മയിലേക്ക് ഒരാൾ കൂപ്പുകുത്തുക എന്നത് എന്നെക്കാളും നിങ്ങൾക്ക് പറയാൻ കഴിയും. അതേപോലെയാണ് തിരിച്ചും. നേരത്തെ ഖുർആനിൽ ആയത്ത് പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലർ വളർന്നു വരും. സുബ്ഹാനല്ലാഹ്. പണിക്കാരനായി ചെറിയ കൂലിവേലയിൽ ജോലിക്ക് വന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ പിടിച്ചു നിന്ന് മുതലാളിയുടെ ആട്ടും തുപ്പുമൊക്കെ ഏറ്റുവാങ്ങിയ ആളുകൾ വലിയ മുതലുകളുടെ ഉടമകളായി അള്ളാഹു അവരെ മാറ്റും. സുബ്ഹാനല്ലാഹ്. അവർക്ക് ധന്യതയുണ്ടാകും, ഉദാരതയുണ്ടാകും. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കും. അവർക്കതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവർക്കത് അള്ളാഹു വാരിക്കോരി വീണ്ടും വീണ്ടും നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നമ്മൾ പിശുക്കിയോ ആ പണം നമുക്ക് നഷ്ടപ്പെടുക എന്നതല്ലാതെ, നേരെ മറിച്ച് സ്വതക്ക കൊടുത്തോളി, നിങ്ങൾക്ക് വർദ്ധിക്കും. ഇല്ലായ്മയുടെ ആളുകളെ അന്വേഷിച്ചിറങ്ങുക. എവിടെയാണ് ആവശ്യക്കാരുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ, അതുമായി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് അവരെ സഹായിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള ഈമാനും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ടവരെ, മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് ആയത്തുകളും ഹദീസുകളും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതിന്റെ സുപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില ഭാഗങ്ങളാണ് ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാകും. ഇവിടെയൊക്കെയും നമ്മളുടെ സൽക്കർമ്മങ്ങൾ, പ്രധാനമായും നമ്മളുടെ ദിക്റുകൾ, നമ്മളുടെ ദുആകൾ, നമ്മളുടെ നമസ്കാരങ്ങൾ, അതിനോടൊപ്പം നമ്മളുടെ സ്വതക്കകൾ, ഇത് സത്യസന്ധമായി നിർവഹിക്കുന്നിടത്താണ് കാര്യം. ഇടത്തും വലത്തും നടക്കുന്നവനിക്കും വീട്ടിലെ പണിക്കാരിക്കും വീട്ടിലെ ഡ്രൈവർക്കും ഇങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോയാൽ നടക്കൂല. അവർക്ക് കൊടുക്കണ്ടെന്നല്ല, അവർ അർഹരാണെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കണം. അവർക്ക് കിട്ടേണ്ട തുക അവർക്ക് കിട്ടാതെ പുറത്തോട്ട് പോകാനും പാടില്ല. എന്നാൽ അവർക്ക് മാത്രമാക്കി ഒതുക്കിയിട്ട് നമ്മൾ എന്താവരുത്, ആളാവാനും പാടില്ല. നമ്മൾ ഏത് വിദൂരത്തുള്ളതാണ്, അള്ളാന്റെ ധന ഇത് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. കുറച്ച് സമയം അതിന്റെ വാഹകരാവാൻ, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ഏൽപ്പിച്ചതാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആവശ്യക്കാർ കുറേയുണ്ട്. അതിൽ കഴിഞ്ഞ റമദാനിൽ ഞാൻ ഇവിടെ ഓതിയിട്ടുണ്ട് ആയത്ത്.
എന്താ? ഇതിന്റെ മധ്യവർത്തികളായി ജീവിക്കുന്ന, മാന്യന്മാരായി ജീവിക്കുന്ന ആൾക്കാർ ഓരൊക്കെ മിസ്കീനുകളാണ്. ഓർക്കൊക്കെ ആവശ്യക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും കൊണ്ടേ കൊടുക്കുന്നവന് ഓനിക്കും ആവശ്യം ഉണ്ടാവും. ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ദരിദ്രരായ ആളുകളെ ചിത്രങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ദരിദ്രന്മാർ ആ ചിത്രത്തെ മൂടി ചിരിക്കുന്ന മുഖവും നല്ല കുപ്പായവും ഇട്ട് നടക്കുന്നവരായിരിക്കുന്ന അവരാണ് യഥാർത്ഥ ദരിദ്രർ. അങ്ങനെയുള്ള ഫക്കീറുകൾ ആവശ്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മക്കൾക്കെല്ലാം അസുഖമാണ് പല വീടുകളിലും. ആ അസുഖങ്ങളെ ഇപ്പോൾ മാറ്റിയെടുക്കണമെങ്കിൽ എത്ര പണം വേണം എന്നാണ് വിചാരിക്കുന്നത്? ഒരു രക്ഷിതാവിന്റെ വരുമാനത്തിൽ കവിഞ്ഞ് അഡ്മിറ്റുകളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ശരിക്കും. ഹോട്ടലുകളിൽ നിന്ന് ഫുഡ് വാങ്ങണമെങ്കിൽ ചെറിയ പൈസ പോരാ. അങ്ങനെയുള്ള എല്ലാ നിലക്കും, ഞാനിത് പച്ചയായിട്ട് പറയുന്നത് നിങ്ങളുടെ കരളളകാനാണ്, നിങ്ങളുടെ കനിവ് ഉയർന്നു വരാനാണ്. അങ്ങനെ നമ്മൾ സഹായിക്കാൻ സാധിക്കണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ. ഇത് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പരസ്യപ്പെടുത്തുക. കുട്ടികളൊക്കെ ചെല്ലട്ടെ, അല്ലാഹുവേ ഉപകാരപ്പെടുത്തണേ ഈ മഴ. അതേപോലെ തന്നെ മഴ ലഭിച്ചതിന് അത് അനുഗ്രഹമായി ആവശ്യക്കാരായി വന്നവരുണ്ട്. കഴിഞ്ഞ ഓർമ്മയില്ലേ, 2 മാസം മുമ്പ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ നമ്മളെല്ലാവരും, അല്ലേ? ഇന്ന് നമ്മൾ മഴക്കെടുതിയെ പറ്റി പറയുമ്പോഴും അന്ന് നമ്മൾ അത്യാവശ്യക്കാരായിരുന്നു. പല ആളുകളും പേടിച്ചിരുന്നു. അടുത്ത മാസത്തെ അവസ്ഥ പോക്കാന്നാ ഇവിടുന്ന് പലരും പറഞ്ഞത്. കാരണം ഇപ്പൊ തന്നെ വെള്ളമില്ല, ഇനി എന്താകുമായിരിക്കും? സുബ്ഹാനല്ലാഹ്, ബേജാറിലായിരുന്നു അവർ ഇന്ന് സന്തോഷത്തിലാണ്. എന്നാൽ അതിൽ കവിഞ്ഞിട്ട് ഒഴുകാണ് ഇപ്പോൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഴ കിട്ടിക്കഴിഞ്ഞാൽ മുതിർനാ ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്ന് ചൊല്ലണം. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത്. മഴ ലഭിച്ചതിന് അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇനി മഴ അമിതമായാലുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വൽദിറാബി വൽബുതൂനിൽ അദ്വിയ വമനാബിതി ഷജർ. അതായത് മഴ അധികമായി കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും അതേപോലെ മറ്റുള്ള മലകളിലും തായ്വരകളിലും മരങ്ങളുടെ വേരുകളിലുമൊക്കെ നീ ആക്കണേ, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ഇതിനെ മാറ്റിക്കൊടുക്കണേ, ആക്കണമേ എന്ന പ്രാർത്ഥന ഇതും നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പ്രാർത്ഥിച്ച് അള്ളാഹുവുമായിട്ട് അടുപ്പമുള്ള ആളുകളായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതിനുള്ള ഈമാൻ നമുക്ക് നൽകുമാറാവട്ടെ. ഖുത്ബ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഈമാൻ വരും. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ ഒരു സലാം പോലും ചെല്ലാൻ കഴിയാത്തത്ര ഈമാൻ ഇല്ലാണ്ടായി പോവാണ് നമ്മൾ. അതുകൊണ്ട് അത് പാടില്ല. നമ്മൾ ഇവിടുന്ന് അള്ളാഹുവിന്റെ ദീന്, ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗംഭീരമായ ദീനാണിത്. ഈ ദീന് പ്രിയപ്പെട്ടവരെ ഒരു പള്ളിക്കകത്ത് കൂട്ടിക്കെട്ടി വെക്കേണ്ട സാധനമല്ല ഇത്. മുസ്ലിയാരെ കാണുമ്പോഴും മൊയ്ലാരെ കാണുമ്പോഴും ഇമാമിനെ കാണുമ്പോഴും തുളുമ്പി വരേണ്ട സാധനമല്ല ദീന്. ആരുമില്ലാത്തപ്പോഴും ആ ദീന് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ ഇസ്സത്തുള്ളൂ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുള്ളതാണ്, അവന്റെ റസൂലിൽ ഉള്ളതാണ്. പിന്നെ എണ്ണിയത് വലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ആർക്ക് ഇസ്സത്ത് നഷ്ടപ്പെടുന്നോ ഓൻ ആ ഗണത്തിന് പുറത്താകുന്നുണ്ട് എന്ന സൂക്ഷ്മത നമുക്കുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നല്ല ഖുതുബയായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ അപ്പുറത്ത് ഈ ഖുതുബ നാഫിയാക്കണമെങ്കിൽ, ഉപകാരപ്രദമാക്കണമെങ്കിൽ ഇതിൽ പറയപ്പെട്ട സംഗതികളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം. എല്ലാവരും വിശേഷങ്ങൾ കുടുംബങ്ങളിലേക്ക് പോയി തമാശകൾ അയച്ച് സമയം പോക്കുന്നതിന് പകരം ഗൗരവപ്പെട്ട ചർച്ചകൾ വരണം. എന്താണ് നിങ്ങളുടെ അവിടുത്തെ വിഷയങ്ങൾ, എന്താണ് അവിടുത്തെ ആവശ്യം, എന്താണ് പ്രയാസങ്ങൾ? കുടുംബത്തിലൊക്കെ മാന്യന്മാരായി നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി നമ്മളിട്ട പോലത്തെ കുപ്പായമിട്ട് നമ്മളുടെ കല്യാണങ്ങളിൽ വരുന്ന പലർക്കും സമ്പത്ത് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരോട് ചോദിക്കണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവിടെ പ്രയാസങ്ങളുണ്ടോ? ഒറ്റക്ക് ജീവിക്കുന്ന പെങ്ങളോട്, പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയൂ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന സഹോദരനാവാൻ യുവാക്കളെ നമുക്ക് സാധിക്കണം. അതുപോലെ ഓരോരുത്തരെയും നമ്മുടെ ഉമ്മമാര്, പ്രയാസപ്പെട്ട് കിടക്കുന്ന രോഗികളായ മാതാപിതാക്കൾ, അവർക്ക് കരണ്ടില്ലെങ്കിൽ, ഒരു കാറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹിബ്നു മുബാറക് ഇരുന്നതുപോലെ കാലിന്റെ ചുവട്ടിലിരുന്ന് തടവിയിട്ട് നേരം വെളുപ്പിക്കാൻ കഴിയെങ്കിൽ അതിനുവേണ്ടി നാട്ടിലേക്ക് പോകണം. നമ്മളെല്ലാവരും വിചറിയെടുത്തും പേപ്പർ എടുത്തും വീശിക്കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ, ഇത് ഓർമ്മയില്ലേ? ആ സഹാബിയുടെ പേരെന്നോട് മറന്നു. വെള്ളത്തിന് ചോദിച്ചതാ ഉമ്മ. വെള്ളവും കൊണ്ട് ആ സഹാബി തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് ഉമ്മാന്റെ അടുക്കലേക്ക് വന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. രോഗിയായി പ്രയാസപ്പെട്ടുറങ്ങുന്ന ഉമ്മയെ ആ വെള്ളം കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ ആ ഉമ്മക്ക് നല്ലൊരു നിദ്ര നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് തോൽപാത്രം പിടിച്ച് നേരം വെളുക്കും വരെ പിടിച്ചു നിന്ന ആ സഹാബിയായി നമ്മളും മാറണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നിറങ്ങണം നമ്മളെല്ലാവരും. ബുദ്ധിമുട്ടുണ്ട് എല്ലാ വീടുകളിലും. ഭക്ഷണപ്പൊതികൾ എത്താത്തവരുണ്ട്. അതേപോലെ തന്നെ കൊണ്ടുവച്ച ഭക്ഷണങ്ങൾ നനഞ്ഞ് നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സൂക്ഷിച്ചു വെച്ച സാമഗ്രികൾ കരണ്ടില്ലാത്തതിനാൽ നഷ്ടപ്പെട്ടവർ, അങ്ങനെ പലരും. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സഹായിക്കാൻ നമുക്കാകണം. അങ്ങനെ ഉദാരതയുടെ ആളുകളായി അള്ളാന്റെ അടുക്കൽ ധന്യതയോടുകൂടി തല ഉയർത്തി നിന്ന് ഈ ഉദാരതയ്ക്ക് ഉന്നതമായ പ്രതിഫലം വാങ്ങി, നേരത്തെ പറഞ്ഞ മനുഷ്യൻ ഒരു റൊട്ടി 2 കഷ്ണമാക്കിയിട്ട്
മഹാപാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാനധർമ്മങ്ങൾ ആപത്തുകളെ തടയുന്ന ഏതെങ്കിലും ഒരു ചെറിയ നാണയത്തുട്ട് കൊടുത്തിട്ട് ഒരു വലിയ അപകടത്തെ ഒഴിവാക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആവണം പ്രിയപ്പെട്ടവരെ. അതിനാണ് ഈ ബുദ്ധിയും വിവേചന ശക്തിയും ഈ ഖുതുബ കേൾക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ച് ജീവിതം സൂക്ഷ്മതയോടെ ചിട്ടയോടെ കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اشف مرضانا وارحم موتانا. اللهم حوالينا ولا علينا. اللهم سيبا نافعا. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم.